ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണേ. ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഒരു 3 മിനിറ്റ് കാണിച്ചാൽ തീരുന്നതല്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഒരു കുഞ്ഞു ശ്രമം. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ രാവിലെ എഴുന്നേക്കണ്ടെന്നുള്ള കാരണം ജേഡുവിന് സ്കൂൾ അടച്ചേ. അപ്പോൾ പിന്നെ എനിക്കും കൂടെ ഓഫാണെങ്കിൽ നല്ല സുഖത്തിന് കിടന്നുറങ്ങാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടും നല്ല നട്ടപ്പാര വരെ കുത്തിയിരുന്ന് ഒരു ഉച്ച വരെ കിടന്നുറങ്ങും. അതാണ് ഇപ്പോഴത്തെ റൂട്ടീൻ. അങ്ങനെ ഞാനും ജേഡുവും കൂടെ ഒരു 12 മണിയായപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു കോഫിയും കുടിച്ചത് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുതന്നെയല്ല, ഇന്നലെ നല്ല മഴയായിരുന്നു രാവിലെ. അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ എന്താ മനസ്സിനൊരു കുളിർമയെന്നറിയാമോ. പിന്നെ അധികം കുളിർത്ത് നിന്നൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഉച്ചയാകുമ്പം ജസ്റ്റ് വരുമെന്നേ, 2 മണിയാകുമ്പോൾ ഓഫീസിൽ നിന്ന് വരുവേ. ഇവിടെ റമദാൻ ആയതുകൊണ്ട് 2 മണി വരെ ഓഫീസൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ കാപ്പിയും കുടിച്ച് അധികം കിളി മാറിയിരിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലേ. നേരെ അടുക്കളയിലോട്ട് പോയി. സാധാരണ എൻ്റെ ഫസ്റ്റ് ഓഫ് തുടങ്ങുന്നതെന്ന് ഞാൻ ഇച്ചിരി മടി പിടിച്ചിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നോയമ്പൊക്കെ ആയതുകൊണ്ടേ വേറെ അധികം ഫുഡ് ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അതുമാത്രമൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിന് അവധിയായതുകൊണ്ട് ഞാനും കൊച്ചിന് രാവിലെ എഴുന്നേക്കത്തൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ രാവിലെ ജസ്റ്റ് മിക്കവാറും പട്ടിണിയായിരിക്കും പോകുന്നത്. ഒരു ഗ്ലാസ് കോഫി കുടിച്ചാലായി കുടിച്ചില്ലേലായി. ഇന്നത് കുടിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു സങ്കടമാണ്. ഉച്ചയ്ക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വെറുതെ മടിയും പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇച്ചിരി ചോറും കറിയും ഉണ്ടാക്കാമെന്ന്. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം ചോറും കറിയൊക്കെ കേട്ടോ. അല്ലെങ്കിലും നമ്മളെപ്പോലെ ഈ പാവം പിടിച്ച പെൺപിള്ളേരുടെ ബലഹീനതയാണ് ഈ മടിയന്മാരായ ആണുങ്ങളുടെ എന്താ പറയുന്നത് ധൈര്യം. എന്തും ഉണ്ടാക്കി തരും, ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ എന്നുള്ള ആ ഒരു തൻ്റെ അടവില്ലേ അത്. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ. നമ്മളെയൊക്കെ ദൈവമേ ലോലകളായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും ഇങ്ങനൊന്നും ആവരുതെന്ന്. എന്ന് കരുതി ഞാൻ നല്ല എന്താ പറയുന്നത് ഉത്തമയായ ഒരു കുടുംബിനിയോ ഉത്തമയായ ഒരു ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ആളൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് മാത്രം ചെയ്യുന്ന കൂട്ടത്തിലുള്ള രാവിലെ എൻ്റെ നാക്ക് കുഴഞ്ഞു ഒരാളാണ്. എൻ്റെ വീഡിയോയുടെ ഇടയിൽ ഞാൻ ഒത്തിരി കാണുന്ന ഒരു കമൻ്റ് ഉണ്ട്, ലിറ്റി ജസ്റ്റിയോട് ഇങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, ജസ്റ്റിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്, ഇത് ചെയ്യിപ്പിക്കരുത്, ജസ്റ്റിയുടെ വീട്ടുകാർ കാണുകയല്ലേ, നാട്ടുകാർ കാണുകയല്ലേ എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കുവേ. നമ്മൾ ഈ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ജീവിച്ചിട്ടേ എന്ന് ജീവിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. ഉണ്ടായിരുന്നു ഒരു കാലത്ത് അങ്ങനെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നല്ലൊരു പെങ്കൊച്ചായിട്ട് ജീവിക്കാനുള്ള ശ്രമം ഞാനും നടത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ആ കാണിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം. നമ്മൾ മലയാളീസിൻ്റെ ഇടയിൽ അല്ല ഇന്ത്യൻസിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നവരാണെങ്കിലും വീട്ടിലെ പണി മുഴുവൻ പെണ്ണ് ചെയ്യണമെന്ന്. അത് നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം പെണ്ണുങ്ങൾക്കും ഉണ്ട്. നമ്മൾ എന്തേരം അടുത്ത് വന്നാലും നമ്മൾ പണി ചെയ്താൽ അതൊക്കെ ഓക്കെ. പക്ഷെ അടുക്കളയിൽ ആണുങ്ങളെ ഒന്ന് കയറ്റി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിച്ചാൽ അയ്യോ ഇതെന്തോ ഭാര്യ ചെയ്ത് എന്നൊരു കമന്റ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ പെണ്ണുങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ നല്ലതെന്ന് ആരും പറയത്തില്ലെന്നേ, ഒരു ഗുഡ് സർട്ടിഫിക്കറ്റും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ മനസാക്ഷിക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അത് ചെയ്യുക, ബാക്കിയുള്ളവരുടെ പോകാൻ പറയുന്നേ. അപ്പോൾ ശരി എന്നാൽ പോയച്ചും വരാം.